നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങളുടെ ആവശ്യ സേവനങ്ങൾക്കൊന്നും തന്നെ ഖജനാവിൽ പൈസ ഇല്ല എന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുമ്പോഴും സർക്കാരിന്റെ ദൂർത്തിനും അല്ലെങ്കിൽ സർക്കാർ പരിപാടികൾക്കൊന്നും തന്നെ ഇവിടെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. എത്ര കോടികൾ മുടക്കിയിട്ടാണെങ്കിലും സർക്കാരിന്റെ പരിപാടികളെല്ലാം തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ധനവകുപ്പോ കോടികളാണ് അനുവദിച്ച് നൽകുന്നത്. ഏതായാലും ഇപ്പോൾ കൊട്ടിഘോഷിച്ച് നടത്തിയ നവകേരള സദസ്സിനെ കുറിച്ച് നമുക്കറിയാം. ഇത്തരത്തിലൊരു പരിപാടിയുടെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത്, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിയോ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ടായോ എന്നുള്ളതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോൾ വളരെ ആഘോഷപൂർവ്വം ദൂർത്തായി നടത്തിയ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാരണം നവകേരള സദസ്സിന്റെ സാമ്പത്തിക ക്രമക്കേടിലാണ് കേന്ദ്രം വിശദീകരണം ഇപ്പോൾ തേടിയിട്ടുള്ളത്. കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വകമാറ്റിയെന്ന പരാതിയിലാണ് നടപടി. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലായാണ് നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ പരാതി കേൾക്കാനായി അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുവെന്നും പരാതികൾ കേട്ട് ഉടൻ തന്നെ അവയ്ക്ക് പരിഹാരം നൽകുമെന്നായിരുന്നു വലിയ വാഗ്ദാനമൊക്കെ ഈ ഒരു നവകേരള സദസ്സ് തുടങ്ങുന്നതിന് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിക്രമങ്ങളും ആക്രമണങ്ങളും മാത്രമാണ് ഈ ഒരു നവകേരള സദസ്സ് കഴിയുന്നത് വരെ സംഭവിച്ചത്. ഇതിനിടയിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്ന പോലീസും അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികരണങ്ങളുമായിട്ട് വരുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളെല്ലാം തന്നെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് എന്നുള്ളത് സർക്കാർ പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള യാതൊരു പരിപാടികൾ നടത്താനും സർക്കാരിന്റെ കയ്യിൽ പണമില്ലാതിരിക്കുന്നില്ല. ഇതാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പ്രതികരണം. ഇവിടെ പെൻഷൻ പോലും മര്യാദയ്ക്ക് കൊടുത്തു തീർത്തിട്ടില്ല. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ദൂർത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സർക്കാർ വരുന്നത്. ഏതായാലും ഇപ്പോൾ കേന്ദ്രമാണ് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അന്ന് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വേളയിലാണ് നവകേരള സദസ്സിന്റെ പ്രചാരണത്തിന് മാത്രമായിട്ട് 25 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് തൂർത്തടിച്ചത്. 1.5 കോടി രൂപയുടെ ബസ്സും പിന്നെ മറ്റു സന്നാഹങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയും സർക്കാരിനെ വെട്ടിലാക്കി കേന്ദ്ര വിശദീകരണം തേടിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ നവകേരള സദസ്സിന്റെ പ്രചാരണ വസ്തുക്കൾക്ക് മാത്രം അത് അച്ചടിക്കാൻ മാത്രം ചെലവഴിച്ചതോ 9.16 ലക്ഷം രൂപയാണ്. മുഖ്യമന്ത്രിയുടെ ക്ഷണക്കത്ത്, പോസ്റ്റർ, ബ്രോഷർ എന്നിവ അച്ചടിക്കുന്നതിന് സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിനെയാണ് PRD ചുമതലപ്പെടുത്തിയത്. ഇത് സാധൂകരിച്ച് പുറത്തിറക്കിയ ഉത്തരവിലായിരുന്നു നവകേരള സദസ്സിന്റെ അച്ചടി ചെലവിനെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. 25,40,000 പോസ്റ്റർ അച്ചടിച്ചതിനാണ് 2,75,14,296 രൂപയും 97,96,810 ബ്രോഷർ അച്ചടിച്ചതിന് 4,55,47,329 കോടി രൂപയും 1,01,46,810 ക്ഷണക്കത്ത് അച്ചടിച്ചതിന് 1,85,58,516 കോടി രൂപയാണ് ചെലവായത്. അച്ചടി ഇനത്തിൽ മാത്രം 9,16,20,141 രൂപയാണ് സർക്കാർ നവകേരള സദസ്സിനായി വിനിയോഗിച്ചത്. മുഖ്യമന്ത്രിയുടെ കാർഷിക മേഖലയിലെ മുഖാമുഖം പരിപാടിക്ക് 33 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ഏതായാലും എന്നിട്ടും ഈ പറയുന്ന ആളുകളിലേക്കൊന്നും തന്നെ ഇത്തരത്തിൽ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് സർക്കാർ നടത്തുന്ന പരിപാടിയുടെ എന്തെങ്കിലും ഒരു ഉപയോഗം അവർക്കുണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുക. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ദൂർത്തുമായിട്ട് സർക്കാർ വരുന്നത്. ഏതായാലും സർക്കാർ ജീവനക്കാർക്കടക്കം ഇവിടെ ശമ്പളം കൊടുക്കാനില്ല, സാധാരണക്കാർക്ക് ഇവിടെ പെൻഷൻ കൊടുക്കാനില്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള പരിപാടിയുമായിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അതിനാണ് ഇപ്പോൾ കേന്ദ്രം കൂച്ചുവിലങ്ങിടാൻ പോകുന്നത്.